വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാച്ചിലും ചക്കപ്പൂതലും എല്ലാം ഉപയോഗിച്ചൊരു നല്ല സൂപ്പർ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കാച്ചിലാണ്, ഞങ്ങളിവിടെ നീട്ടിക്കിഴങ്ങ് എന്ന് പറയും. പിന്നെ കുറച്ച് ക്യാരറ്റ്, ചക്കപ്പൂതൽ, പിന്നെ ചീരത്തണ്ട് എടുത്തിട്ടുണ്ട്, കോവക്ക, ഞാലിപ്പൂവൻ്റെ 3-4 കായ, കാമ്പ്, പിന്നെ പാവക്ക പഴുത്തത് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഉപ്പ് ഒരു 1.5 ടേബിൾ സ്പൂൺ വേണം. മുളക് പൊടി 1 ടീസ്പൂൺ ഏകദേശം. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ എടുത്തിന്. ഒന്ന് അലിയിച്ചെടുക്കുക. ഇത് ഫുള്ളായിട്ട് കഷ്ണമുള്ളത് കൊണ്ട് ഞാൻ വേറെ തന്നെ അലിയിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞളൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇളക്കണം എന്ന് നിർബന്ധമില്ല, ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി കുക്കർ അടക്കുക. പ്രഷർ മാറുമ്പോഴേക്ക് തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എൻ്റെ ഒരു 4-5 എണ്ണേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 8-9 വരെ എടുക്കാം. ജീരകം ഒരു ടീസ്പൂണ് ഫുള്ളായിട്ട് എടുത്തിന്. പച്ചക്കറിയുടെ അളവ് കുറച്ച് കൂടുതലുണ്ടല്ലോ. പച്ചമുളക് എരിവിന് അനുസരിച്ചെടുക്കാം. ഞാൻ ഇത് എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 3 ഒരു 4 കാന്താരി എടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതലെടുത്തിന്, ഒരു 5-8 തണ്ടെടുത്തിന്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ നല്ല കട്ട തൈരാണെങ്കിൽ തേങ്ങേൻ്റെ അളവ് കുറച്ച് കുറക്കുക. തേങ്ങ ചതച്ചെടുത്തതാ, ഇത്രയും മതി കേട്ടോ. ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. പ്രഷർ പോയാൽ നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറക്കുക. കുക്കർ തുറന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം വേഗം പെട്ടെന്ന് വേവുന്ന സാധനമല്ലേ. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓണാക്കി വെള്ളം കൃത്യം അര ഗ്ലാസ് വെള്ളം കൃത്യം. നന്നായിട്ട് വെന്തിന്. വെള്ളം ഇതിൽ തീരെ ഇല്ല. നമുക്ക് പുളിക്ക് ആവശ്യമുള്ള ഞാൻ കൊഴുത്ത മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരാണെങ്കിൽ സൂപ്പറാണ്. ഇനി കുറച്ച് മുരിങ്ങ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് എരിവെല്ലാം പാകത്തിനുണ്ടോ, പുളിയെല്ലാം നോക്കാം. ഇതിനെല്ലാം പാകത്തിനുണ്ട്, പുളിയെല്ലാം കറക്റ്റാണ്. ഞാനിതിലിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ വേറെ വെള്ളമുള്ള കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് വെള്ളം ഒഴിക്കണം നിർബന്ധമില്ല. തിളച്ചാൽ മാത്രം മതി. മുരിങ്ങയില വേവ് അപ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ടാവും. എല്ലാം കൃത്യത്തിനുണ്ട്. പുളി, ഉപ്പ്, എരിവ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് നന്നായിട്ട് ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അടച്ച് കൊടുക്കുക. നമ്മുടെ അവിയലിൻ്റെ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണേ.